ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ട്രഡീഷണലായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു എരിശ്ശേരിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ നമുക്ക് സദ്യക്ക് തയ്യാറാക്കാൻ പറ്റിയ ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ എരിശ്ശേരി ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ചേനയും കായും വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു 1/4 കിലോളം ചേന എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചക്കായ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പച്ചക്കായ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെള്ളത്തിലിടാം. അതുപോലെ തന്നെ ചേന ഈ കാണുന്നത് പോലെ ചെറിയ പീസുകളായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ അത് രണ്ടും ഞാനിവിടെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ആ മൺചട്ടിയിലേക്ക് നമുക്ക് ചേന ആദ്യം കഴുകി നന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ കായും ഇതുപോലെ തന്നെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് വേകുന്നതിന് ആവശ്യമായ വെള്ളമാണ്. ഏകദേശം ആ കഷ്ണത്തിൻ്റെയൊക്കെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അത് അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായ ഉപ്പ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് ചതച്ചത് ആണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുപ്പിൽ വെച്ചത് വേവിക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്തേക്ക് 1 കപ്പ് തേങ്ങയാണ്. ഈ 1 കപ്പ് തേങ്ങ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് രണ്ടായിട്ട് തുല്യമായിട്ട് ഭാഗിച്ചെടുക്കാം. അപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് ഇട്ട് രണ്ടായിട്ട് ഭാഗിക്കുന്നുണ്ട്. ഒരു ഭാഗം നമുക്ക് വറുത്ത് എടുക്കണം തേങ്ങ, മറ്റൊരു ഭാഗം നമുക്ക് പച്ചയ്ക്ക് അരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അടുപ്പിലൊരു ചട്ടി വെച്ച് കൊടുക്കാം. അതിന് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടേക്ക് നമ്മൾ ഭാഗിച്ച് വെച്ചിരുന്ന ഒരു ഭാഗം തേങ്ങ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യണം. തേങ്ങ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് മാറും. അപ്പോൾ എണ്ണ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനത് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. നല്ലൊരു ബ്രൗൺ കളറായി ഇത് ഏകദേശം ആയിട്ടുണ്ടെങ്കിലും ഒന്നുകൂടെ നിറം വയ്ക്കുക. ഇതുപോലെ ആകുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് എടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഞാനതിവിടെ അരച്ച് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ നോക്കിക്കേ, ഈ ഒരു പേസ്റ്റ് പോലെ നമുക്കിങ്ങനെ അരച്ചെടുക്കാം. ഒത്തിരി അങ്ങോട്ട് പേസ്റ്റ് ആയിട്ടില്ല. ഇനി നമുക്ക് ആ പച്ച തേങ്ങയിൽ കുറച്ച് ജീരകവും കൂടെ ചേർത്തിട്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ജീരകം ചേർത്തത് കൊണ്ടാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഞാൻ അതും അരച്ച് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കായും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കായും ചേനയും കൂടെ വേവിച്ചത് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന ആദ്യം വറുത്ത തേങ്ങ നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. വറുത്ത തേങ്ങ അരച്ചത് അതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ച പച്ച തേങ്ങ അരച്ചതും കൂടെ നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനകത്ത് കടുകൊന്നും ചേർക്കാതെയാണ് നമ്മുടെ ഈ എരിശ്ശേരി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വേപ്പില നല്ലോണം കയ്യിൽ നല്ലോണം തിരുമ്മി, ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഞാൻ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവറും കിട്ടും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.